Hey guys, welcome back to my YouTube channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഒരു ടോപ്പിക് വന്നിട്ട് അത് ചെയ്യോ ചേച്ചി എന്താ മറന്നുപോയോ ചേച്ചി ഒന്ന് ചെയ്യുമോ എന്ന് വെച്ചിട്ട് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് ആ ക്വസ്റ്റിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ലെങ്തി വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ആൾ മെസ്സേജ് ഇട്ട് ആ ഒരു ടോപ്പിക്ക് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു. ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പേഴ്സണൽ ഹൈജീനിൻ്റെ കുറവ് കൊണ്ടാണോ യൂറിനറി ഇൻഫെക്ഷനും പെയിനൊക്കെ വരുന്നതെന്നാണ്. നമ്മൾ പേഴ്സണലി ഇൻറ്റിമേറ്റ് ഏരിയയിൽ പെയിനും അതുപോലെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരുന്നതുകൊണ്ട് നമ്മുടെ വൃത്തി കുറവും കൊണ്ടാണോ അല്ലെങ്കിൽ അതുകൊണ്ടാണോ എന്നുള്ളത് ചോദിച്ചിട്ടാണ് ആൾ ചോദിച്ചത്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കാര്യം യൂറിനറി ഇൻഫെക്ഷന് ഒരു കുറച്ച് നാൾ മുന്നേ വരെ മന്ത്ലി അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നതാണ്. എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ആൻസർ പറയാൻ പറ്റും. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് ചൂട് ഓരോ ദിവസം ചെല്ലുന്നവരും ചൂട് കൂടിക്കൂടി വരികയാണല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. കുംഭമാസമൊക്കെയാണ് വരുന്നത്. ചൂട് കൂടുതലാണെന്നാണ് പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയണത്. അപ്പോൾ ഇനി ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചൂട് കൂടണതിൻ്റെ അനുസരിച്ച് തന്നെ നമുക്കിനി ഓരോ അസുഖങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ്, കോളറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ മെയിനായിട്ട് വരും. അങ്ങനത്തെ കുറേ അസുഖങ്ങളൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പച്ചക്കറീൻ്റെ അളവ് കുറയും, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് കുറയുക, യൂറിൻ പാസ് ചെയ്യണ കാര്യങ്ങൾ അതിനകത്തൊക്കെ വ്യത്യാസങ്ങൾ വരിക. അപ്പം അങ്ങനെയൊക്കെ വരുന്നതോറും നമ്മൾക്ക് ഇങ്ങനെ ഈ ഉള്ള അസുഖങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ദാഹിക്കണൊക്കെ സമയത്ത് നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കും. അപ്പോൾ അവിടെ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ സ്പ്രെഡായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെ ഇനിയിപ്പം ഒരു കുറച്ച് നാളത്തേക്ക് അസുഖങ്ങൾ ഇങ്ങനെ ഈ ഒരു വേനൽക്കാലമായി ബന്ധപ്പെട്ട കുറച്ച് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മുണ്ടിനീരൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇനി അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് നിൽക്കാം. ഇല്ലയെന്നാണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ ഇഞ്ചക്ഷൻ വയ്ക്കും, മരുന്ന് ഒരു ഭയങ്കര പ്രശ്നമാണ്. അനുഭവം ഗുരു. ചൂട് കൂടണതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയും, അതുപോലെ നമ്മൾ യൂറിൻ പാസ് ചെയ്യണതിൻ്റെ അളവ് കുറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരും. പിന്നെ വന്നിട്ട് നമ്മൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നതിൻ്റെയൊക്കെ അളവ് കുറയുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. നമ്മളെല്ലാവരും ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ വർക്കിന് പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരിതിൽ നമ്മൾ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു മെയിനായിട്ട് കാണുന്നൊരു ട്രെൻഡാണ് നമ്മൾ ഈ ടോയ്ലറ്റിൽ പോകാതെ പിടിച്ച് വെക്കുക എന്നുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷൻ വരും. എനിക്കൊക്കെ അങ്ങനെ ആയിട്ട് വന്നോട്ടത്. ഞാനൊക്കെ വർക്കിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. വെള്ളം കുടിക്കുക, അതുപോലെ ടോയ്ലറ്റിൽ പോകുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇരുന്നിടത്തുനിന്ന് എണീക്കണം, അങ്ങ് ടോയ്ലറ്റ് വരെ പോകണം, പോയിട്ട് തിരിച്ച് വരണം, കൈ കഴുകണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് പൊതുവേ കുറച്ച് മടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കലും കുറവായിരുന്നു. വെള്ളം ഈ പറഞ്ഞ കണക്ക് വെള്ളം എടുക്കാൻ പോകണമെങ്കിലും ഇവിടെ നിന്ന് അവിടം വരെ പോകണം. വെറുതെ കസേരയിലിരിക്കുക, അവിടെ നിന്ന് എണീച്ച് പോയി വെള്ളം എടുത്താൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയാൽ മതി. പക്ഷെ മടിയാണ്, എന്ത് ചെയ്യാനാണ്, മടിയാണ്. അപ്പോൾ വെള്ളം കുടിക്കണതിൻ്റെയും അതുപോലെ യൂറിൻ പാസ് ചെയ്യണതിൻ്റെയും അളവ് കുറഞ്ഞിട്ട് ആണ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നത്. അത് യൂറിനറി ഇൻഫെക്ഷൻ വന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് സീനായിരുന്നു ലാസ്റ്റ് ടൈം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന്. പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന് ഇഞ്ചക്ഷനും അതുപോലെ മരുന്നും ഒരു തരാതരം കിട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ആ ഒരു ട്രെൻഡ് മാറി കേട്ടോ എൻ്റെ. കാരണം ഞാനൊരു 5-6 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. ആൻറ്റിബയോട്ടിക് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ മരുന്ന് കിട്ടി. ഇഞ്ചക്ഷനാണ് സഹിക്കാൻ പറ്റാത്തത്. രാവിലെ 5:30-ക്ക് ഇഞ്ചക്ഷൻ, 10 മണിക്ക് ഇഞ്ചക്ഷൻ, 12 മണിക്ക് ഇഞ്ചക്ഷൻ, അങ്ങനെ ഇങ്ങനെ മറ്റേ ക്യാനുല ഇട്ടിട്ട് ഫുൾ ഇഞ്ചക്ഷൻ ആയിരുന്നു. ഇഞ്ചക്ഷനും ട്രിപ്പും ആയിരുന്നു. അപ്പോൾ അതോടുകൂടി എനിക്ക് മതിയായി. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ പണി വാളും എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ വെള്ളം കുടിക്കലും അതുപോലെ ടോയ്ലറ്റിൽ പോകലൊക്കെ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. അപ്പം നിങ്ങൾ അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്തിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെയും ടോയ്ലറ്റിൽ പോകുന്നതിൻ്റെയും അളവൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കുറവ് നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളം കുടിച്ചിട്ടും അല്ലെങ്കിൽ യൂറിന് ഒക്കെ കറക്റ്റായിട്ട് പാസ് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടല്ലോ. വരും,
വരാതിരിക്കാൻ എങ്ങനെ പറ്റും? നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിന് നീറ്റ് അല്ലെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും. നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് എപ്പോഴും യൂസ് ചെയ്യുക. അല്ലാണ്ട് നമ്മളിങ്ങനെ പബ്ലിക് ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും വൃത്തിയില്ലാത്ത ടോയ്ലറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് പെട്ടെന്ന് വരും. യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര പെയിനായിരിക്കും. ആ പെയിനും നമ്മൾ സഹിക്കണം. ഈ ടോയ്ലറ്റിൽ പോകാണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉള്ള ഒരു ഓർക്കാൻ പോലും പറ്റണില്ല, അത്രയ്ക്ക് ഭയാനകമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ട് നിങ്ങളെല്ലാവരും വെള്ളം കുടിക്കണം, ടോയ്ലറ്റിൽ പോകണം. ടോയ്ലറ്റിൽ പോയാൽ മാത്രം പോരാ, നീറ്റായിട്ടുള്ള ടോയ്ലറ്റിൽ പോകണം. ഇത് 3 എണ്ണവും നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കുക. വേനൽക്കാലമാണെന്ന് ഞാൻ പിന്നെ ഓർപ്പിക്കുകയാണ്, നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ടോയ്ലറ്റിൽ പോവാത്തതും അതുപോലെ വെള്ളം കുടിക്കാത്തതും ഒക്കെ നമ്മളുടെ യൂറിനറി ബ്ലാഡറിൽ യൂറിൻ കെട്ടിക്കിടന്നിട്ട് പിന്നെ അത് കല്ലുണ്ടാകാനും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവാനും ഒക്കെ ചാൻസ് ഉണ്ടാവും. നമ്മൾ എന്തിനു വെറുതെ ഇങ്ങനെ വേദന തിന്നേണ്ടത്? അതിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ വീട്ടിലുള്ളവർ കേട്ട് എൻ്റെ ഇടിച്ചു കൂട്ടും. ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ പിന്നെ ഇതൊക്കെ ചെയ്തതെന്ന് വിചാരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, മടി, വേറൊന്നുമല്ല. മടി ഒറ്റ ഒരു സാധനം കൊണ്ട് മാത്രമാണ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ ആണുങ്ങളെ അല്ലെങ്കിൽ മെയിൽസ് ഇതിൻ്റെ യൂറിനറി ഇൻഫെക്ഷൻ്റെ മെയിനായിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്നറിയോ? പനി, ഷിവറിങ്, അതുപോലെ യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള പെയിൻ, ഒരു പുകച്ചിൽ പോലെയൊക്കെ വരും. അതൊക്കെയാണ് മെയിനായിട്ടുള്ള നമുക്ക് ഇൻഡിക്കേഷൻസ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ മാക്സിമം വെള്ളം കുടിക്കുക, എന്നിട്ട് ഡോക്ടറെ കാണുക. സിവിയർ ആണെന്നുണ്ടെങ്കിൽ നേരെ പോയി ഡോക്ടറെ കാണുക. അപ്പോൾ അവർ നമുക്ക് മരുന്ന് തരും. അപ്പോൾ മാക്സിമം അതൊക്കെ വരുത്താതിരിക്കുക. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, നല്ല വേദനയായിരിക്കും, പിന്നെ പുകച്ചിലും. പിന്നെ നമുക്ക് ഇതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ കാര്യങ്ങൾ വരുന്നതിനുള്ള മെയിനായിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റത്തെ ഒരു സാധനം വരുന്നത് വൃത്തിയില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഇൻറ്റിമേറ്റ് ഏരിയ അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു റീസൺ വരുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ നീറ്റ് അല്ലാത്ത അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുക. അതുപോലെ മെയിനായിട്ട് എൻ്റെ മടി പിടിക്കുന്ന ഒരു സാധനം, നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുക. പിന്നെ വന്നിട്ട് നമ്മളുടെ ഇൻറ്റിമേറ്റ് ഏരിയ ഹൈജീൻ, അത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാം. ഇൻറ്റിമേറ്റ് ഏരിയ ഹൈജീൻ, അതുപോലെ വെള്ളം കുടിക്കാതിരിക്കുക. പിന്നെ വന്നിട്ട് നമ്മൾ നീറ്റല്ലാത്ത അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള കുറച്ച് റീസൺസ്, മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് റീസൺസ്. പിന്നെ നമുക്ക് ഈ മെനോപോസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മുടെ പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, പിന്നെ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക്, അവർക്കൊക്കെ ഇത് ഒരു ട്രെൻഡ് പോലെ പെട്ടെന്ന് പിന്നെ വന്നിട്ട് നമുക്ക് മെനോപോസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള ലേഡീസിനാണെങ്കിലും അതുപോലെ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും. എന്നുവെച്ചാൽ അവർക്കട ഒരു അങ്ങനെയാണ്. ഡെയിലി 8 to 10 ഗ്ലാസ് വെള്ളം കുടിക്കണം, അതാണ് അതിനുള്ളൊരു സൊല്യൂഷൻ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ ഉള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഓടി വരും. ഞാൻ വെള്ളം കുടിക്കാറില്ല, എനിക്ക് വെള്ളം കുടിക്കാൻ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, എനിക്ക് വെള്ളം കുടിക്കാൻ നല്ല മടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ പെട്ടെന്ന് വരും. അത് നമ്മളിപ്പം ഈ പറഞ്ഞ കണക്ക് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പോലും, അല്ല ചെയ്താൽ പോലും വെള്ളം കുടിക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു ഫാക്ടറാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സംഭവം പിടിക്കും. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മറ്റേ ട്രോമ വരും. നേരത്തെ ഹോസ്പിറ്റലിൽ കിടന്നതും ഇഞ്ചക്ഷൻ കിട്ടിയതും ഡോക്ടർ വന്ന് ചീത്ത വിളിച്ചതും. ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, താൻ വീട്ടിൽ പോകണില്ലേടേ? ഡോക്ടർ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. ആൾ എല്ലാ ദിവസവും റൗണ്ട്സിന് വരുമ്പോഴത്തേനും ഞാനിങ്ങനെ ഇങ്ങനെ കിടപ്പായിരിക്കും. എന്ത് താൻ എണീക്കാത്തത്? വീട്ടിൽ പോകണ്ടേ? ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതിയോ എന്ന് ചോദിക്കാം. ഞാൻ ചാടി എണീച്ച് യെസ് വീട്ടിൽ പോകണം, ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വെള്ളം കുടിക്കണം.
ആ കുടിക്കാം. ഇതെല്ലാം കുറേ കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും നമുക്ക് മറ്റേ ഡിസ്ചാർജ് എഴുതണം. പക്ഷേ 2 ദിവസം നോക്കും പിന്നെ മടിയാ. പക്ഷേ ഇവിടെ ചോദിക്കും കേട്ടോ, വെള്ളം കുടിക്കുന്നില്ലേ? വെള്ളം കുടിക്കുന്നുണ്ട്, 2 കുപ്പി വെള്ളം കുടിക്കും എന്നൊക്കെ പറയും. കുടിക്കൽ കുറവാണ് ഇപ്പോൾ. പക്ഷേ വെള്ളം കുടിക്കും കേട്ടോ. എനിക്കിപ്പോൾ ഭയങ്കര ദാഹം കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഇഞ്ചക്ഷനൊക്കെ കിട്ടി ദാഹം കൂടി തന്നുന്നുണ്ട്. വേദന സഹിക്കാൻ എനിക്ക് കുറച്ച് വേദനയൊന്നും എനിക്കങ്ങനെ സഹിക്കാൻ പറ്റില്ല. അത് വെള്ളം കുടിക്കുകയാണ് ബെറ്റർ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വെള്ളം കുടിക്കുന്നതാണ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഒരു പരിധി വരെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ഒരു ദിവസം 8 to 10 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ അത് മൂത്രമൊഴിച്ച് കളയുക. എന്നിട്ട് പിന്നെ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക, മൂത്രമൊഴിക്കുക, വെള്ളം കുടിക്കുക, മൂത്രമൊഴിക്കുക. ഇതൊരു ഇതായിട്ട് നമ്മൾ എടുക്കണം, പ്രത്യേകിച്ച് ലേഡീസ്. കാരണം നമുക്ക് ഇൻഫെക്ഷൻ കൂടുതൽ വരാനുള്ള ചാൻസും കൂടുതലാണ്. പക്ഷേ നമ്മളുടെ ഓർഗൻസൊക്കെ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തേക്കണേ വലിയ. അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചു വെക്കാണ്ട് വേഗം ടോയ്ലറ്റിൽ പൊക്കോളണം. എന്നിട്ട് തിരിച്ചു വരിക, വെള്ളം കുടിക്കുക, സീറ്റിലിരിക്കുക. അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ കുറച്ച് വെള്ളം കുടിക്കുക. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ വെള്ളം കുടിക്കുക. അപ്പം അങ്ങനത്തെ ഒരു സാധനം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലെൻസ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാതെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ പച്ചക്കറി അല്ലെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പോൾ ഈ മീറ്റ് പോലുള്ള സാധനങ്ങളിൽ യൂറിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയ കല്ലുകൾ പോലത്തെ സാധനങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. യൂറിക് ആസിഡ് അടിഞ്ഞു കൂടിയിട്ടാണ് കല്ലുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് വൺസ് അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അതിപ്പോൾ മറ്റേ മൂത്രത്തിൽ കല്ല് മാത്രമല്ല, യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും വൺസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ നമുക്ക് കൂടപ്പറപ്പാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വെറുതെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഒരു വിക്ടിം എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ. പിന്നെ റെഡ് മീറ്റ് അല്ലെങ്കിൽ മീറ്റ് മാത്രമല്ല, ചായ, കോഫി, ബിയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ യൂറിനറി ഇൻഫെക്ഷൻ അല്ലല്ലോ, പിന്നെ വന്നിട്ട് മീറ്റ് മാത്രമല്ല, ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, അതുപോലെ ബിയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ മൂത്രത്തിക്കല്ല് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ വരുന്നത്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ പേഴ്സണൽ ഹൈജീൻ, നമ്മൾ 2 നേരം കുളിക്കുക, ബാത്റൂമിൽ പോണ സമയത്ത് കറക്റ്റായിട്ട് വാഷ് ചെയ്യുക, അതുപോലെ അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഹൈജീനിന് നമ്മളെപ്പോഴും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. വെള്ളം കുടിക്കുക. റിപ്പീറ്റഡായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ വലുതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന റീസൺസ്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ പ്രിക്കോഷൻസ് എടുത്താൽ മതി. നമുക്ക് ഇതൊന്നും വരാണ്ട് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം വെള്ളം കറക്റ്റായിട്ട് കുടിക്കുക. 8 to 10 ഗ്ലാസ് വെള്ളമെങ്കിലും റെഗുലറായിട്ട് കുടിക്കുക. ടോയ്ലറ്റിൽ പോകുന്നത് ഒരു ഹാബിറ്റായിട്ട് എടുക്കുക. ടോയ്ലറ്റിൽ പോവുക, വെള്ളം കുടിക്കുക. ഇതൊരു ഹാബിറ്റായിട്ട് എടുക്കുക. പിന്നെ പുറത്തുനിന്നും അതൊന്നും അധികം കഴിക്കാതിരിക്കുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരുപാട് നമ്മുടെ ഡയറ്റിലും അതുപോലെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ വന്നിട്ട് ചോക്ലേറ്റ്, അതുപോലെ ചായ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ വന്നിട്ട് നമ്മൾ ഇതെല്ലാം ഉണ്ടെങ്കിലും സെക്ഷൽ ഹൈജീനും കൂടെ നമ്മൾ ഒന്ന് കെയർ ചെയ്യുക. ഇപ്പം
അതും ഒരു റീസണാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. സെക്ഷൽ ഹൈജീനും കൂടെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഇൻറ്റിമേറ്റ് ഏരിയ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുക. വാഷ്റൂമിൽ പോയാൽ കറക്റ്റായിട്ട് വാഷ് ചെയ്യുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പെയിനും അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ.